ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരും ഞാൻ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശുശ്രൂഷയുടെ തുടക്കമായിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളവിടെ ചിന്തിക്കുകയുണ്ടായിരുന്നു, ഒരു വ്യക്തിയുടെ അനുഗ്രഹം ഇരിക്കുന്നത് യേശുവിനെ ക്രിസ്തുവാണ് എന്നുള്ള തിരിച്ചറിവ് ബോധ്യവും ഒരു വ്യക്തിക്ക് എത്രമാത്രം ആ ഒരു വെളിപ്പാട് പ്രാപിക്കുന്നുവോ അത്രമാത്രം ആ വ്യക്തിക്ക് ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്, ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ വായിക്കുണ്ടായിരുന്നു, സ്നാപകയോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങിയതും യേശു പ്രസംഗിച്ചു തുടങ്ങിയതും ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് ആ വചനവാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിക്കാനിടയായി. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ട് പോലും ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മളുടെ ഭൗതികമായിട്ടുള്ള നന്മകൾ ലഭിക്കാതെ വളരെ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം പലരിലും കാണാനായിട്ടിടയായിട്ടുണ്ട്. ചിലരിൽ അവർ യേശുവിനെ ആദ്യം അറിയുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ രോഗസൗഖ്യങ്ങളോ ചിലപ്പോൾ ചില സാമ്പത്തിക മേഖലകളുടെ വിടുതലുകളോ ഒക്കെ നടക്കുന്നതും അങ്ങനെ പല അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളൊക്കെ പലരും പ്രാപിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് പലരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, അതായത് യേശുവിനെ വിശ്വസിക്കുവാനും യേശുവിനെ കർത്താവ് രക്ഷിതാമായി സ്വീകരിക്കുവാനും യേശുവിനോട് ചേരുവ സ്നാനവുമേറ്റ് സഭയിലേക്ക് കടന്നു വരുവാനൊക്കെ ഇടയാവുന്നത്. പക്ഷെ അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ അവർക്ക് വേണ്ടുന്നതായ പല അനുഗ്രഹങ്ങളും ലഭിക്കാതെ പല ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളിലേക്കും രോഗത്തിൻ്റെ അവസ്ഥകളിലേക്കുമൊക്കെ പോകുന്ന ഒരു അവസ്ഥയും കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ സഭക്കകത്ത് വന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മളൊരു കാര്യം അറിയണം, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതുമ്പോഴേക്കും തിമോത്തി ലേഖനം 2:2 പറയുന്നുണ്ട്, ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ വന്നെങ്കിൽ, ദൈവസഭയിൽ നമ്മൾ വന്നെങ്കിൽ ചില ചട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ കിരീടം പ്രാപിക്കുന്നത്. കിരീടം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ വേണ്ടുന്നതും നിത്യജീവനും നമ്മൾ അവകാശമായി തീരുന്നത്. നമ്മളിന്ന് ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള ഭൗതിക നന്മകളെ കുറിച്ചിട്ട് യേശു കർത്താവ് പറഞ്ഞൊരു വാഗ്ദത്ത വചനമുണ്ട്. ആ വാഗ്ദത്ത വചനം നമുക്ക് വായിക്കാം. അത് മത്തായിയുടെ സുവിശേഷം 6:31 തുടങ്ങി നമ്മൾ വായിക്കുന്നത്, ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. എന്നിട്ട് പറയുകയാണ്, ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദത്ത വചനമാണിത്. ഇതൊരു വാഗ്ദത്ത വചനമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ നമുക്ക് കിട്ടും? ഈ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള ഭൗതിക നന്മകളെല്ലാം മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും. ഈ വചനത്തെ ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ ആദ്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ വചനം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചനമാണ്. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവവചനം വായിച്ചില്ല എങ്കിൽ, നമ്മൾ ബുദ്ധിയിൽ ദൈവവചനം വായിച്ചെന്നാൽ ആ വചനത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം നമുക്ക് കിട്ടത്തില്ല. ഈ വചനവും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചനമാണ്. ഇവിടെ നമ്മളോട് പറയുന്നത്, മുന്നേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. മുന്നേ ദൈവത്തിൻ്റെ രാജ്യം, യേശു പറയുന്നത് മുന്നേ ദൈവത്തിൻ്റെ രാജ്യവും ആ രാജ്യത്തിൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ വചനം തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലരും ചിന്തിക്കുന്നത് നമ്മൾ സുവിശേഷം അറിയിച്ചെന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും, ഈ ഭൂമിയിൽ വേണ്ടുന്ന ഭൗതിക നന്മകൾ കിട്ടും എന്നാണ്.
നമ്മൾ സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിച്ചെന്നാൽ വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ്. മത്തായിയുടെ സുവിശേഷം 10 നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ. ആരുടെ രാജ്യം? മുന്നേ ദൈവത്തിൻ്റെ രാജ്യവും ആ രാജ്യത്തിൻ്റെ നീതിയും അന്വേഷിക്കണം. ദൈവരാജ്യം അന്വേഷിക്കണം, ആ രാജ്യത്തിൻ്റെ നീതി അന്വേഷിക്കണം. ഇവിടെയാണ് 2 പ്രസക്തമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവരാജ്യം എന്താ? ദൈവരാജ്യം എന്താ നമ്മൾ തിരിച്ചറിയാം. ദൈവരാജ്യം ഒരു സ്പിരിച്വൽ മണ്ഡലം, ആത്മമണ്ഡലമാണ് ദൈവത്തിൻ്റെ രാജ്യം. നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ വായിച്ചൊരു വചനം നമ്മൾ പറയുണ്ടായിരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുക, അതുകൊണ്ടിട്ട് മാനസാന്തരപ്പെടുവാനാണ് യേശു കർത്താവും സ്നാപക യോഹന്നാനും പറഞ്ഞത്. അപ്പോൾ ദൈവരാജ്യം ഇവിടെ വെളിപ്പെടാൻ പോണേ. അതെങ്ങനെ ദൈവരാജ്യം വെളിപ്പെടുന്നത്? അതാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മനുഷ്യരാശിയുടെ പാപപരിഹാര യാഗമായി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശു ക്രിസ്തുവായി എന്ന് വെച്ചെന്നാൽ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ് വില കൊടുത്തു കഴിഞ്ഞു, വീണ്ടെടുപ്പുകാരനായി തീർന്നു. ആ വീണ്ടെടുപ്പുകാരനായ യേശുവിൽ വിശ്വസിച്ചപ്പോൾ പാപം മുഖാന്തരം നമ്മുടെ ആത്മമണ്ഡലത്തിൽ വന്ന പാപക്കറകളിൽ നിന്ന്, പാപബന്ധനത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു. ആ മോചനം ലഭിച്ചവരെ എവിടെ എത്തി? ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. അത് നമ്മുടെ ആത്മാവ് സംബന്ധിച്ചാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷെ നമ്മുടെ പുറത്തെ മനുഷ്യനോ ഈ ലോകരാജ്യത്തിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുന്നുണ്ടായിരുന്നു റോമാലേഖനം 8-ാം അധ്യായത്തിൽ ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ചു നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോൾ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകും. ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയായാലും എന്താ? ആവർത്തന പുസ്തകം 28 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഈ കൽപ്പനകളെ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ചെന്നാൽ നിങ്ങൾ വാലല്ല തലയാകും. അങ്ങനെ അതിൻ്റെ 1 മുതൽ 14 വരെ പറയുന്നത് ഓരോന്നും നമ്മൾ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ചെന്നാൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കുമെന്ന്. പക്ഷെ ഇന്ന് നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, നമ്മൾ കൃപയ്ക്ക് കീഴില്ല. പക്ഷെ കൃപയ്ക്ക് കീഴിലാവുമ്പോഴേക്കും ഇവിടെ പറയുകയാണ്, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8 പറയുകയാണ്, ഇനി നിങ്ങൾ ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പം ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾക്ക് ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മൾ നിവർത്തിച്ചവരായി തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആവർത്തന പുസ്തകം 28 അതുപോലെ തന്നെ അബ്രഹാമിനോട് പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തമായിട്ടുള്ള സകല അനുഗ്രഹങ്ങളും നമ്മളുടെ അവകാശമായി തീരും. അതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികളായ നമ്മൾക്ക് വരേണ്ടതിനായി തന്നെ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പം ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ഒന്ന് നമ്മൾ അറിയണം, യേശു ക്രിസ്തുവാ, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. അതുകൊണ്ടിട്ട് യേശുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇപ്പം ഞാൻ ദൈവരാജ്യത്തിലാണ്. അപ്പം ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും, നമ്മൾക്ക് അതിന് അവകാശമാണ്. പക്ഷെ ഇത് നമ്മൾ പിന്നെ അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ ഇവിടെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നമുക്ക് ലഭിക്കാൻ കർത്താവ് പറഞ്ഞ മുന്നേ അവൻ്റെ രാജ്യം അന്വേഷിക്കണം, നീതി അന്വേഷിക്കണം. അപ്പം രാജ്യം എന്താണെന്ന് മനസ്സിലായി, സ്പിരിച്വൽ മണ്ഡലം, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നമുക്ക് ലഭിച്ചപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. പിന്നെ അവിടുത്തെ നീതി എന്താ? ആ നീതിയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്. ഒന്ന് ന്യായപ്രമാണം, മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ ഉപദേശം. ഈ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന യേശു കർത്താവ് 3.5 കൊല്ലം പ്രസംഗിച്ച പ്രസംഗങ്ങളെല്ലാം അതാണ് ദൈവരാജ്യത്തിൻ്റെ നീതി. അതുപോലെ തന്നെയാണ് പണ്ട് ദൈവം ഭാഗം നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അത് എബ്രായ ലേഖനം 1 മുതലുള്ള വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുൾ ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം ഭാഗമായിട്ട് അരുൾ ചെയ്തു. എന്നാൽ ഒരു മനുഷ്യൻ ദൈവഹിതപ്രകാരം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തത്. അതിനെ നമ്മൾ ന്യായപ്രമാണം എന്ന് പറയുന്നു.
എന്നിട്ട് പറയുന്നത് ഈ അന്ത്യകാലത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുൾ ചെയ്തിരിക്കുന്നു. അപ്പം അങ്ങനെയാണ് പുത്രൻ മുഖാന്തരം അരുൾ ചെയ്തത് എന്താ? അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം എന്താണെന്ന് തിരിച്ചറിയും അതിൽ നമ്മൾ നടക്കാനും തുടങ്ങുമ്പോഴാണ് നമ്മളായിരിക്കുന്ന രാജ്യത്തിൻ്റെ നീതി നമ്മൾ അന്വേഷിക്കുന്നവരായിത്തീരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്, മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. ദൈവത്തിൻ്റെ നീതിയാണ് പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തതും ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുൾ ചെയ്തതും, അതായത് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എല്ലാം അതാ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതാണ്. ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ ജീവിക്കണം, ആ സ്റ്റാൻഡേർഡിൽ നടക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ഈ ഭൗതിക നന്മകളെല്ലാം നമ്മളുടെ ജീവിതത്തിലേക്ക് തനിയെ വരും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരനാണ്. അതാണ് യേശു പറയുന്നത്, മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഏതൊക്കെ ലഭിക്കും? ഈ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള സകലതും നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കണം. ആ രാജ്യം ഞാൻ നേരത്തെ പറയുണ്ടായിരുന്നു, അത് സ്പിരിച്വൽ വേൾഡാണ്. ആ സ്പിരിച്വൽ വേൾഡിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു കൃപയാൽ. ഇത് പ്രസംഗിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം അറിയണം, ഇത് ദൈവരാജ്യം വെളിപ്പെടാത്ത സമയത്താണ് യേശു കർത്താവ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കണം, ആ രാജ്യത്തിൻ്റെ നീതിയും അന്വേഷിക്കണം. രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ കൃപയാൽ ഇന്ന് ദൈവരാജ്യത്തിലാണ്, പക്ഷെ നമ്മൾ ഇനി ദൈവരാജ്യത്തിൻ്റെ നീതി അന്വേഷിക്കണം, ആ നീതിയിൽ നടക്കണം. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ഈ ഉപദേശമാണ് യേശു 3.5 കൊല്ലം പ്രസംഗിച്ച് ഇത് കേട്ട 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്ന ഈ ശിഷ്യന്മാർക്ക് യേശു കർത്താവ് അവസാനം കൊടുത്ത ഒരു ഉത്തരവാദിത്തമാണ്, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇവിടെ പറയുന്നത് എന്താ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അപ്പോൾ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് സഭയിൽ വന്നവരെ ഉപദേശിക്കേണ്ടത് എന്താണെന്ന്. അപ്പോൾ സഭക്കകത്ത് ഉപദേശിക്കേണ്ട ഉപദേശം എന്താണെന്നുള്ളതാണ് യേശു ഇവിടെ പറയുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ യേശു 3.5 കൊല്ലം ദൈവരാജ്യത്തിൻ്റെ ഡിസിപ്ലിൻ, ദൈവരാജ്യത്തിൻ്റെ നീതി, ആ രാജ്യത്തിൻ്റെ നീതി, അതായത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതാണ് യേശു പ്രസംഗിച്ചത്, യേശുവിൻ്റെ ജീവിതത്തിലൂടെ യേശു കാണിച്ചത്. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപയെ നമുക്ക് കാണാൻ കഴിയും. അർഹതയില്ലാത്തടത്തൊക്കെ ദൈവം വിടുതൽ കൊടുക്കുന്നത് കാണാൻ കഴിയും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ക്ഷമിക്കണം, നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ സൂക്ഷിക്കണം. യേശു കർത്താവ് പറഞ്ഞ, നീ സ്ത്രീ ആസക്തിയോടെ നോക്കിയ നീ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. നീ നിന്റെ സഹോദരൻ നിസ്സാര എന്ന് പറഞ്ഞാൽ നീ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂടാന്ന് പറഞ്ഞാൽ നീ നിത്യനരകാഗ്നിക്ക് നീ യോഗ്യനാകും. അപ്പം ഇതൊക്കെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളാണ്. ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടുപോകരുത്. പെട്ടുപോകാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? സഭക്കകത്ത് ഇത് പ്രസംഗിക്കപ്പെടണം. സഭക്കകത്ത് ഇത് പ്രസംഗിക്കപ്പെടുമ്പോൾ ഇത് തിരിച്ചറിവുണ്ടാകും. നമ്മളത് അങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾക്ക് യേശുവിൻ്റെ സന്നിധിയിലേറ്റു പറയാം. ആ വീണ്ടെടുപ്പുകാരനായി ക്രിസ്തുവിൻ്റെ സന്നിധിയിലേറ്റു പറയാം, കർത്താവേ, യേശുവേ, എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് വീഴ്ചകൾ സംഭവിക്കുന്നു, എൻ്റെ സംസാരത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നു, എന്നോട് കൃപ തോന്നണം, എന്നോട് ക്ഷമിക്കണം, എനിക്കിതിനുമേൽ ജയമെടുക്കുവാൻ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ പാപത്തെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമമായ വ്യവസ്ഥകളെ, യേശു ഉപദേശങ്ങളെ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് നമ്മൾ ആ കൃപാസിംഹാസനം ഓടിച്ചെല്ലണം, ഏറ്റുപറയണം യേശുവിൻ്റെ സന്നിധിയിൽ. ഏറ്റുപറയുമ്പോൾ നമുക്കതിൽ നിന്നും നമുക്കതിൽ നിന്ന് വിടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിനകത്ത് തന്നെയാണ്. അങ്ങനെ ദൈവരാജ്യത്തിനകത്ത് തന്നെ ആയിരിക്കുന്ന നമ്മൾക്കാണ് ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ, അതാത് ദിവസത്തെ അനുഗ്രഹങ്ങൾ, അതാത് സമയത്ത് വേണ്ടുന്നതെല്ലാം ദൈവം തന്നുകൊണ്ടിരിക്കും. അതാണ് മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ എന്ന് യേശു കർത്താവ് പറഞ്ഞത്. ഞാനതാ നേരത്തെ പറഞ്ഞത്. ഇത് പലരും സുവിശേഷം അറിയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കണ്ടിരിക്കുന്നത്. സുവിശേഷം അറിയിക്കുന്ന കാര്യമല്ല ഇത്. സുവിശേഷം അറിയിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്കും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പീൻ.
ഇവിടെ ഈ സമയത്ത് യേശു കർത്താവ് ഈ ജനത്തോട് സംസാരിക്കുന്ന സമയത്ത് സുവിശേഷം വെളിപ്പെട്ടിട്ടില്ല. ഒന്ന് നമ്മളത് മനസ്സിലാക്കണം. യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷമാണ് സുവിശേഷം വെളിപ്പെട്ടത്. അതിനു മുമ്പ് യേശു കർത്താവ് പ്രസംഗിച്ചത് ദൈവരാജ്യമാണ്, ഒരു രാജ്യമാണ്, ഒരു രാജ്യം വരാൻ പോകുന്നു. ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ, വ്യവസ്ഥകൾ എന്താണെന്നുള്ളത് യേശു കർത്താവ് തൻ്റെ പ്രസംഗത്തിലൂടെയും തൻ്റെ ജീവിത ശൈലിയിലൂടെയും കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതിന് സ്ത്രീയോട് യേശു കർത്താവ് ക്ഷമിച്ചു. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്, ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം. എത്ര പാപിയാണെങ്കിലും ആ പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കാണിക്കുവാനാണ്. ഭൂമിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് യേശു പ്രസംഗിച്ച പ്രസംഗങ്ങളും അതുപോലെ യേശുവിൻ്റെ ജീവിത ശൈലികൾ, യേശു മറ്റുള്ളവരോട് ഇടപെടുന്നത്, അവരോട് കരുണ കാണിക്കുന്നത്, അവരോട് ക്ഷമിക്കുന്നത്, അവരെ വിടുവിക്കുന്നത് എല്ലാം നിങ്ങൾ സുവിശേഷം വായിച്ച് സുവിശേഷങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ, അത് നമ്മളും ആ ഒരു നിലവാരത്തിലേക്ക് വരേണ്ടവരാണ്. കാരണം ഞാൻ ദൈവരാജ്യത്തിലാണ്, ഞാൻ ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടതാണ്, കാരണം ഞാൻ ദൈവരാജ്യത്തിലാണ് എന്നുള്ള തിരിച്ചറിവ് ബോധ്യത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞെന്നാൽ, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചു കഴിഞ്ഞെന്നാൽ, അതിൽ വീഴ്ച വരുമ്പോൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് ക്ഷമ ചോദിക്കുന്ന ഒരു ജീവിത രീതി, ഒരു പ്രാർത്ഥന രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വേണ്ടുന്നതെല്ലാം അതാത് സമയങ്ങളിൽ പിതാവ് തരും. അതാത് സമയങ്ങളിൽ പിതാവ് തരും. ഇവിടെ പറഞ്ഞെന്നാ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ അറിയുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? പിതാവിൻ്റെ രാജ്യവും പിതാവിൻ്റെ നീതിയും അന്വേഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു ശുശ്രൂഷയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും ദൈവരാജ്യത്തിലാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറയേണ്ടതെന്ന് അതൊരു സ്പിരിച്വൽ മണ്ഡലമാണ്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യൻ പൂർണ്ണമായിട്ട് നീതീകരിക്കപ്പെട്ടതാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലെന്ന ഫിലിപ്പിയ ലേഖനം നമ്മൾ 3:20 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പിരിച്വലി നമ്മൾക്ക് കിട്ടിയ ഈ ആത്മീയ അധികാരം നമ്മൾ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന സ്പിരിച്വൽ വേൾഡായ ദുഷ്ടശക്തികളെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയും. അതിനുവേണ്ട അധികാരം നമുക്ക് നൽകിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ നാമമാണ് യേശു. ആ യേശുവിൻ്റെ നാമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പൈശാചിക ശക്തികൾ, ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ കീഴ്പ്പെടും. അപ്പം അത് ഉപയോഗിക്കണം. ഈ വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ യേശുവിൻ്റെ നാമം, ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് ഈ സമയം, യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ഈ നാമമാണ് ക്രിസ്തുവിൻ്റെ നാമമാണിത്. ഈ ക്രിസ്തു വീണ്ടെടുപ്പ് വില കൊടുത്തത് കൊണ്ടാണ് ഈ നാമത്തിന് ഈ അധികാരം കിട്ടിയത്. അപ്പോൾ ആ നാമം ഉച്ചരിക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ കീഴ്പ്പെടും. അപ്പോൾ തന്നെ നമ്മുടെ മേൽ പകർന്ന ആത്മീയ അധികാരം നമ്മൾ ഉപയോഗിക്കണം. ആത്മീയ അധികാരത്തിൽ നിന്നാണ് നമ്മൾ ഈ നാമത്തെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെ സ്പിരിച്വൽ വേൾഡിൽ വാഴുവാനായിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. ഇവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കെ അതിൻ്റെ 5 മുതൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യയുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. ഈ മുകളിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കൽ മാത്രം പോകുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇസ്രായേൽ ജനം യേശുവിനെ വേണ്ടുമണ്ണം സ്വീകരിച്ചില്ല. അതുകൊണ്ട് ജാതികളായ നമ്മളിലേക്ക് രക്ഷ കൈവന്നു. അപ്പോൾ നമുക്ക് ആ വാക്യം നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. കൃപയാൽ നമ്മൾ ജാതികളായി നമ്മൾ രക്ഷിക്കപ്പെട്ടു. നമ്മൾ ആത്മമണ്ഡലം വീണ്ടെടുക്കപ്പെട്ടു. ആത്മീയ അധികാരം നമ്മൾക്കുണ്ട്. നമ്മൾ ക്രിസ്തുവില വീണ്ടെടുക്കപ്പെട്ടവരാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളതാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത്. അതിൻ്റെ 8 നമ്മൾ ഘോഷിക്കേണ്ടത്, നമ്മൾ ശുശ്രൂഷിക്കേണ്ടത് എന്താണെന്നുള്ളതാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. എന്നിട്ട് രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി നിങ്ങൾ കൊടുപ്പിൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷ എന്താണെന്നും നമ്മൾ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണെന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കണം. എന്നിട്ട് രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ.
അത് പറഞ്ഞിരിക്കണം. അതിൻ്റെ 9-ാം വാക്യം, മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴുക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത്, വേലക്കാരൻ തൻ്റെ ആഹാരത്തിനു യോഗ്യനല്ലോ. ഇവിടെ പറഞ്ഞ ഭൗതികമായി നമുക്ക് വേണ്ടുന്ന നന്മകളെല്ലാം കർത്താവ് തരും എന്നിവിടെ പറയുന്ന അവസരം. അപ്പോൾ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, ദൈവരാജ്യം ഘോഷിക്കണം. ഇവിടെ പറഞ്ഞത് സുവിശേഷം പറയാനല്ല, ദൈവരാജ്യം എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ, വ്യവസ്ഥകൾ നമ്മൾ പ്രസംഗിക്കണം. അത് പ്രസംഗിക്കുമ്പോൾ നമ്മളെ പുറത്തെ മനുഷ്യരുടെ കുറവുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ യേശു ദൈവരാജ്യം പ്രസംഗിച്ചു. യേശു പത്രോസിന്റെ പടകിൽ നിന്ന് ദൈവരാജ്യം പ്രസംഗിച്ചു. യേശു ആ പ്രസംഗിച്ച പ്രസംഗം കേട്ട പത്രോസ് മാനസാന്തരപ്പെട്ടു. ഞാൻ പാപിയായ മനുഷ്യൻ എന്നെ വിട്ടു പോകണമെന്ന്. നമ്മൾ പലപ്പോഴും യേശു പത്രോസിന്റെ പടയിൽ പ്രസംഗിച്ചതിന് ശേഷം പത്രോസിന്റെ പടക് നിറച്ചു കൊടുത്ത അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കും. അതിലും വലിയ അത്ഭുതമാണ് ഇവിടെ നടന്നത്. പത്രോസ് ആ നന്മകളുടെ പുറകെ പോയില്ല. പത്രോസ് ഈ പ്രസംഗിച്ച യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയാം, ഞാൻ പാപിയായ മനുഷ്യൻ. അവൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെടാൻ കാരണം എന്താ? യേശു ഈ പടകിൽ നിന്നിട്ട് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗം എന്തെന്നാ? അതാണ് ദൈവരാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളാണ്. ആ പ്രസംഗം കേട്ട പത്രോസിന് മനസ്സിലായി തൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ, തൻ്റെ വീഴ്ചകൾ മനസ്സിലായി. താൻ പാപിയാണെന്ന് മനസ്സിലായി. യേശുവിൻ്റെ സന്നിധിയിൽ കമഴ്ന്ന് വീണു. അപ്പോൾ അപ്പോഴാണ് യേശു കർത്താവ് പറയുന്നത്, നീ ഇനി മനുഷ്യനെ പിടിക്കുന്നവനാകും. ആക്കൊന്നല്ല, ആകും. കാരണം എന്താ? മാനസാന്തരപ്പെട്ടവൻ. അപ്പോൾ നമ്മൾ സുവിശേഷ വേല ചെയ്യണമെങ്കിൽ, നമ്മൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മളെ പുറത്തെ മനുഷ്യൻ്റെ കുറവുകളെ നമ്മൾ തിരിച്ചറിയുന്നു. എത്രമാത്രം തിരിച്ചറിയുന്നു അത്രമാത്രം നമ്മൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് ദൈവസന്നിധി നിരപ്രഭാവിക്കുന്നു. അത്രമാത്രം നമ്മൾ ദൈവരാജ്യത്തിന് ദൈവവേലക്ക് നമ്മൾ യോഗ്യരായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ യേശു കർത്താവ് ഇവർക്ക് കൊടുത്ത ഉത്തരവാദിത്വം എന്തെന്നാ? ഒന്ന്, സ്വർഗരാജ്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കണം. എന്നിരുന്നാലും യേശു കർത്താവ് ചെയ്ത ശുശ്രൂഷ, സ്നാപക യോഹന്നാൻ ചെയ്ത ശുശ്രൂഷ, അത് തന്നെ ഇവരുടെ മേൽ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. ഞാൻ പറയേണ്ട ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇവർ രക്ഷിക്കപ്പെട്ടവരല്ല. പക്ഷേ യേശു കർത്താവ് ആ അധികാരം അവർക്ക് കൈമാറി. നിങ്ങൾ ചെന്ന് ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവ് 70 പേരെ വിളിച്ചിട്ട് ആ 70 പേരും ചെന്നിട്ട് ഇതുപോലെ തന്നെ ശുശ്രൂഷയായിട്ട് കർത്താവിൻ്റെ അടുക്കെ വരുന്നുണ്ട്. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അത് പറയുമ്പോൾ കർത്താവ് പറയുന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറയാം. അപ്പോൾ വെറും 70 പേര് പോയിട്ട് ഇതുപോലെ യേശു കർത്താവ് ഈ അധികാരം കൊടുത്ത 70 പേര് പോയിട്ടും ഈ ശുശ്രൂഷ ചെയ്തു. ഇവിടെ ശിഷ്യന്മാർ ചെയ്യുന്ന ഈ ശുശ്രൂഷ ശിഷ്യന്മാർ ചെയ്യുന്ന നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ നമ്മളെ ഭൗതിക നന്മകൾ ഇവിടെ പറയുന്നുണ്ട്, അത് താഴത്തേക്ക് പറയുന്നുണ്ട്. നിങ്ങൾ വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ്. അപ്പോൾ എങ്ങനെ വേല ചെയ്യണം? നമ്മുടെ നമ്മുടെ സ്പിരിച്വൽ അധികാരം നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ആത്മീയ അധികാരം ഉപയോഗിക്കണം. കാരണം നമ്മൾ ദൈവരാജ്യത്തിലാണ്. അപ്പോൾ ഓരോ ശുശ്രൂഷകരുടെയും രക്ഷിക്കപ്പെട്ട ഓരോരുത്തരുടെയും നന്മ നമുക്ക് ലഭിക്കാൻ നമ്മൾ ആത്മീയ അധികാരം ഉപയോഗിക്കണം. ഇതെൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ മുമ്പായിരുന്ന സഭയിൽ ഇതുപോലെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പഴയ നിയമങ്ങളാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതവും മരുഭൂമി അനുഭവം തന്നെയായിരുന്നു. പക്ഷേ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ചോദിച്ചു കർത്താവിനോട്, എന്തുകൊണ്ട് കർത്താവെ ഞാൻ ഭൗതികമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല? എൻ്റെ ദേശത്തു നിന്ന് ഞാൻ പിടിവിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ടും അവരുടെ മുമ്പിൽ ഞാനൊരു നിന്നപാത്രമാണ്. ഭൗതിക മേഖലയിൽ അവർക്ക് കാണുമ്പോൾ ഒന്നുമില്ല. ഇപ്പം കൈയടിക്കാനും പാട്ടുപാടാനും പോയിട്ട് ഒന്നും കിട്ടുന്നില്ല. നിന്നപാത്രമായിട്ട് അവർ കാണുന്നത് എൻ്റെ സഹോദരങ്ങളും എൻ്റെ നാട്ടുകാരും. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിനോട് എനിക്ക് തന്നൊരു വചനമാണ്. യേശു കർത്താവ് സ്നാനമേറ്റതിന് ശേഷം, അഭിഷേകം പ്രാപിച്ചതിന് ശേഷം യേശു കർത്താവ് ചെയ്യുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ചിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, നമുക്ക് ആ വചനം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ചിന്ത എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് ഭൗതിക നന്മകൾ പലരും അനുഭവിക്കാൻ, ഈ വിശ്വാസത്തിൽ വന്നിട്ടും ഭൗതിക നന്മകൾ എന്തുകൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, അതിന് കാരണം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ അതിൻ്റെ 18 ഇങ്ങനെ എഴുതി, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുക, അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇത് യേശു കർത്താവ് സ്നാനമേറ്റ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം യേശു കർത്താവ് ആദ്യമായിട്ട് ആലയത്തിൽ വന്നിട്ട് വായിക്കാൻ കൊടുത്ത പുസ്തകം എടുത്ത് വായിച്ച്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് വായിക്കുകയാണ്. അപ്പോൾ അവിടെ ക്രിസ്തു വരുമ്പോൾ ക്രിസ്തു ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന പ്രവചനം വാക്യം എടുത്തിട്ട് വായിക്കുകയും നമുക്കറിയാണ്ട് താഴത്തേക്ക് ഇത് വായിക്കുമ്പോഴേക്കും കർത്താവ് പറഞ്ഞു, ഇനി
ഇന്ന് ഈ വചനത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് പുസ്തകം അടച്ചു വെക്കുന്നത്. അപ്പോൾ അവിടെ കർത്താവ് ഈ അഭിഷേകം പ്രാപിച്ച കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ എന്താണ്? ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ. ഈ സുവിശേഷം എന്താ? ദൈവരാജ്യം വന്നിരിക്കുന്നു. അതാണ് കർത്താവ് സുവിശേഷം എന്ന് ഇവിടെ പറയുന്നത്. ഇത് ദൈവരാജ്യം, സദ്വർത്തമാനം എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവിൻ. അതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ. പക്ഷേ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് ശേഷം കർത്താവ് പറഞ്ഞെന്താ? ഈ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. നമ്മൾ മത്തായി സുവിശേഷം 24 നമ്മളത് വായിക്കുന്നുണ്ട്, ലോകാന്ത്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ പറയുന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ ആര്? കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. ആരുടെ ആത്മാവ്? പിതാവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് യേശു ക്രിസ്തുവാണെന്ന് പ്രസംഗിക്കുക. ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് ആത്മമണ്ഡലത്തിനെതിരെയാണ്, പൈശാചികമായ ആത്മമണ്ഡലത്തിനെതിരെയുള്ള ശുശ്രൂഷയാണ്. അപ്പം തന്നെ നമ്മൾ പിശാചി കെട്ടുകളെ രോഗികളെ സൗഖ്യമാക്കുക, ബന്ധനങ്ങളെ അഴിക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, ഇതൊക്കെ ചെയ്യുവാനായിട്ട് നമ്മളെ മേൽ അധികാരം നൽകിയിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവും വെളിപ്പാടും നമുക്കുണ്ടാകണം. സഭയ്ക്കിതുണ്ടാകണം. സഭയിൽ ഇത് പ്രസംഗിക്കപ്പെടണം. സഭ ഇത് പ്രബോധിപ്പിക്കണം. ഇതിനാണ് നമ്മളാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ദൈവജനത്തിന് കൊടുത്തെന്നാൽ ദൈവജനം അനുഗ്രഹിക്കപ്പെടും. കാരണം മുന്നേ നമ്മൾ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുകയാണ്, ആ ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക. ദൈവത്തിൻ്റെ നീതി, ഞാൻ വീണ്ടും പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശം. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തതെല്ലാം ദൈവത്തിൻ്റെ നീതിയാണ്. പക്ഷെ നമ്മൾ പഴയ നിയമത്തിലല്ല, നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല, നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി യേശു കർത്താവ് പാപപരിഹാര യാഗമായി തീർന്നതുകൊണ്ടാണ് നമ്മുടെ രക്ഷ. ക്രിസ്തുവിലാണ് നമ്മുടെ വീണ്ടെടുപ്പ്. പക്ഷേ ക്രിസ്തു വന്നപ്പോഴും ക്രിസ്തു ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് തൻ്റെ ഉപദേശങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ സമർപ്പിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സഭകളിൽ ഈ ഉപദേശം ഉപദേശിക്കണം, ക്രിസ്തുവിൻ്റെ ഉപദേശം ഉപദേശിക്കണം. അതാണ് ആദിമസഭയിലെ ഉപദേശം, അതായിരുന്നു. അതാണ് അപ്പോസ്തലന്മാരോട് യേശു കർത്താവ് വരമേൽപ്പിച്ച ശുശ്രൂഷ, അതായിരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മടങ്ങി വരേണ്ടത്, ഒന്ന്, നമ്മൾ ആത്മീയ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. ആത്മീയ അധികാരം നമ്മുടെ മേലുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ ആദാമിനോട് നിങ്ങൾ സകലത്തിന് മേലും വാഴാൻ പറഞ്ഞെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ സകലത്തിന് മേൽ വാഴുക എന്ന് പറഞ്ഞാൽ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ വാഴുവാനുള്ള അധികാരമാണ് നമുക്ക് നൽകിയത്. സ്പിരിച്വൽ വേൾഡിലാണ് നമ്മളെ അധികാരം ഇരിക്കുന്നത്. അത് ഉപയോഗിക്കണം, അവൻ്റെ പ്രവൃത്തികൾ അഴിക്കണം. മറ്റൊന്ന്, നമ്മളെ ദൈവം കൃപയാലാക്കി വെച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമമുണ്ട്. അത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആ നിയമമാണ്. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അത് അറിയണം. അതനുസരിച്ച് ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കാൻ നമ്മൾ സമർപ്പിക്കപ്പെടണം. അവിടെയാണ് നമ്മൾ കൃപയുടെ ആഴങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ അനുഭവിക്കുന്ന കൃപയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ന്യായപ്രമാണം എന്താണെന്ന്, ക്രിസ്തുവിൻ്റെ ഉപദേശം എന്താണെന്ന് നമ്മൾ എത്രത്തോളം തിരിച്ചറിയുന്നുവോ അത്രത്തോളം നമുക്ക് മനസ്സിലാവും നമ്മളൊന്നുമല്ല, ഞാൻ നിൽക്കുന്നത് കൃപയാലാണ്, യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ്. കൃപയുടെ ആഴം മനസ്സിലാകണമെങ്കിൽ ന്യായപ്രമാണം എന്താണെന്നും ക്രിസ്തുവിൻ്റെ ഉപദേശം എന്താണെന്നും നമുക്ക് എത്രമാത്രം വെളിപ്പെടുന്നുവോ അത്രമാത്രം നമുക്ക് മനസ്സിലാവും ദൈവം പുത്രൻ മുഖാന്തരം നമ്മളോട് കാണിച്ച കൃപയുടെ ആഴം എന്താണെന്ന്. അപ്പോൾ ഭൗതിക നന്മകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് ആത്മീയ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. മറ്റൊന്ന്, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഡിസിപ്ലിൻ നടക്കണം. ആത്മീയ ശുശ്രൂഷ നമ്മൾ ചെയ്യാനായിട്ട് നമ്മളെ ശക്തീകരിക്കുന്നത്, നമ്മളെ ബോധവൽക്കരിക്കുകയും നമുക്ക് ബോധവൽക്കരണം ലഭിക്കുന്നത് ഞാൻ ക്രിസ്തുവിലാണെന്നുള്ള തിരിച്ചറിവും ബോധ്യമാണ്. ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഇനി ഈ ലോകത്തിനോ പൈശാചിക മണ്ഡലങ്ങൾക്കോ എൻ്റെ മേലെ ഒരു അധികാരവുമില്ല. ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങളും എൻ്റെ അവകാശമാണ്. ഈ ഒരു തിരിച്ചറിവും ബോധ്യം നമുക്ക് ലഭിക്കണം. ഈ രണ്ട് ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളെ അതാത് സമയങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. അതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട, വിചാരപ്പെടേണ്ട. മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുന്നവരായി നമ്മൾ മാറും. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ വാഗ്ദത്തങ്ങൾ, ഈ ഭൗതിക നന്മകളെല്ലാം നമ്മുടെ പിന്നാലെ വരും. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.